വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചെക്ക് ഔട്ട് മൈ ബുക്ക് ഷെൽഫ് വിത്ത് അഞ്ജന. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഡിഫറെൻറ്റ് ബുക്കാണ്. ഡിഫറെൻ്റ് എന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൊറർ ബുക്കാണ്. ഈ ഹൊറർ ബുക്സും ഈ ഹൊറർ നോവൽസും ഒക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. നമ്മൾ ഈ മനുഷ്യന്മാർക്കൊരു സ്വഭാവമുണ്ട്. നമുക്ക് പേടിയുള്ളൊരു സംഭവമാണെങ്കിൽ പോലും നമുക്കത് എന്താണെന്ന് അറിയാണ്ട് ഇത്തിരി ഹൊറർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് അറിയാണ്ട് ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും മനസ്സിൽ എപ്പോഴും. അത് എത്ര പേടി തുറന്നാണെങ്കിലും നമുക്ക് ഇപ്പോൾ ഒരു പ്രേതബാധ പിടിച്ചൊരു സ്ഥലമാണെന്ന് വിചാരിക്കും, അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പേടിയായിരിക്കും, നല്ല പേടിയായിരിക്കും മനസ്സിൽ. പക്ഷെ എന്നാലും അവിടെ എന്താ അവിടുത്തെ കഥ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും. 95% ആൾക്കാരും അങ്ങനെ തന്നെയാണ്. സോ അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ ഒരു ബുക്ക് റെക്കമെൻഡേഷൻ പ്ലസ് ഒരു ബുക്ക് റിവ്യൂ കൂടിയാണ് കേട്ടോ. അപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, ഒരു ഹൊറർ നോവലാണ്. യെസ്, കറുത്തച്ഛൻ. അപ്പോൾ ഈ ഒരു പുസ്തകത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഈ ഒരു പുസ്തകം മേടിച്ചത്, ഞാൻ ഇതുപോലെ തന്നെ കുറേ ആൾക്കാർ റെക്കമെൻഡ് ചെയ്തിരുന്നു എൻ്റെ അടുത്ത്, ഇങ്ങനെ ഈ ഒരു പുസ്തകം നല്ലതാണ്, വാങ്ങി വായിച്ചു നോക്ക്, ഇതൊരു ഹൊറർ നോവലാണെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മലയാളത്തിൽ ഹൊറർ നോവൽസ്, ഇംഗ്ലീഷ് ഹൊറർ നോവൽ ബുക്സ് വായിക്കുന്നത് പോലെയല്ല മലയാളം ഹൊറർ നോവൽസ്. ഭൂരിഭാഗം ബുക്സും ക്ലീഷേഴ്സാണ്. ക്ലീഷേഴ്സ് മാത്രമല്ല, ഫുൾ റെപ്പറ്റേഷൻസും. നമുക്കൊരു ഇത് വായിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പേടിയോ നമുക്കതൊന്നും നമ്മളൊന്ന് പിടിച്ചിരുത്താൻ പറ്റിയിട്ടില്ല ഇപ്പോഴും ഒരുപാട് ഹൊറർ ബുക്സിനൊന്നും. മലയാളം ഹൊറർ നോവൽസൊന്നും അത്ര നമ്മൾക്ക് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു പുസ്തകം പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ വണ്ടർഫുൾ ബുക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുസ്തകം ഞാൻ വായിച്ചപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ. നമുക്കപ്പോൾ ഈ ഒരു പുസ്തകം ഞാൻ ഫുൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ടൊരു പേടിയൊക്കെ വന്നു തുടങ്ങും കേട്ടോ. എനിക്ക് ഇത് വായിച്ചപ്പോൾ വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് മലയാളത്തിൽ ഈ ഒരു ജോണറിലുള്ള ബുക്കിൽ വന്നേലും വെച്ചിട്ട് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹൊറർ നോവലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു കറുത്തച്ഛൻ എഴുതിയിരിക്കുന്നത് SK ഹരിനാഥ് എന്ന് പറഞ്ഞ ഒരു റൈറ്ററാണ് കേട്ടോ. ആളുടെയാണ് ഈ പുസ്തകം. ഇതിപ്പോൾ 3ാം പതിപ്പിൽ എത്തിയിട്ടുണ്ട് ഈ പുസ്തകം. ഇത് എനിക്ക് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഈ ബുക്സ് മേടിച്ച് വായിക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബുക്കാണിത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 310 ആണ്. 310 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഗ്രീൻ ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. സോ ഇതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് 10 ഞാനിതിന് 9 ഔട്ട് ഓഫ് 10 ഞാൻ റേറ്റ് ചെയ്യും. ബിക്കോസ് ഇറ്റ്സ് എ വണ്ടർഫുൾ ബുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതെന്ന് പറയുന്നത് ഒരു എസ്തർ എന്ന് പറഞ്ഞൊരു പെങ്കൊച്ച്. ഈ ഒരു പെങ്കൊച്ചിൻ്റെ മരണം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സൂയിസൈഡാണ്. ആ സൂയിസൈഡിനോട് അനുബന്ധിച്ച് ആളുടെ കാമുകൻ എന്നും പറയാൻ പറ്റത്തില്ല, ആള് പണ്ട് ഇഷ്ടമായിരുന്ന ഒരാളുണ്ട്. ആളുടെ ഒരു ബോയ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആള് ഈ പെൺകുട്ടിയുടെ മരണകാരണം അന്വേഷിച്ചിറങ്ങുന്ന ഒരു നോവലാണിത്. അപ്പോൾ ഈ പെൺകൊച്ചിൻ്റെ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ബോയ് ഫ്രണ്ട് ഈ പെൺകുട്ടിയുടെ മരണകാരണം അന്വേഷിച്ചിങ്ങനെ നടക്കുമ്പോൾ ആളെത്തിപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളും പരിചയപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാരുടെ ജീവിതങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിരുന്ന ഒരു ബുക്കാണിത്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് അഫ്കോഴ്സ് നമുക്ക് ഈ ടൈറ്റിൽ തന്നെ അറിയാം, കറുത്തച്ഛൻ, ഈ സാത്താൻ സേവ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഈ ബുക്കിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് ഒക്കെ ആകുമ്പോൾ മിക്കവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. അത് ഞാൻ പറഞ്ഞത് പണ്ടത്തെ ഈ ഒരു യക്ഷിക്കഥകളിൽ നിന്നൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നോവൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് മാജിക്, കറുത്തച്ഛനൂട്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഈ ബുക്കിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വായിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ നമുക്കിത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, അടുത്തത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഈ റൈറ്റർ തന്നെ പറയുന്നുണ്ട്, ഈ ക്രിസ്ത്യാനിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഹൊറർ നോവൽസ് ആണ് കുറച്ചും കൂടി നമ്മൾ ആൾക്കാരെ പിടിച്ചിരുത്തുന്ന പോലത്തെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തിരി ക്രിസ്ത്യാനിറ്റി ബേസ്ഡ് സംഭവങ്ങളുടെ ആയതുകൊണ്ട് നമുക്ക് വായനക്കാർക്ക് ഒരുപാട് പുതിയ അഡ്വെഞ്ചേഴ്സും ഒരുപാട് പുതിയ കാര്യങ്ങളും നമുക്ക് ഈ ബുക്കിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു നോവലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വളരെ നല്ലൊരു പുസ്തകമാണ്. ഞാൻ വായിച്ചതിൽ വെച്ചിട്ട് ബെസ്റ്റ് ഹൊറർ നോവൽ റെക്കമെൻഡേഷൻ ഇൻ 2024 എന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ 2024 വായിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഹൊറർ നോവൽ കറുത്തച്ഛൻ, SK ഹരിനാഥിൻ്റെ കറുത്തച്ഛൻ. സോ ഇത് ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ ബുക്ക് മേടിച്ച് വായിക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദിസ് യു ക്യാൻ ജസ്റ്റ് comment below.
ഇപ്പോൾ ഹൊറർ നോവൽസാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ബുക്സിൻ്റെ റെക്കമെൻഡേഷൻസ് ഇതുപോലെ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.